Well, my dear friends, once again JFK here. നമ്മുടെ നാട്ടിൽ എക്സ്പെഷ്യലി ഇന്ന് ബോംബെയിലെ ഒരു ഫിലിം സ്റ്റാറിന് കുത്തേറ്റു അടികിട്ടി എന്നൊക്കെ പറയുന്നു. കുത്തിയതാരോ കുത്തുകിട്ടിയവനാരോ കുത്തുകിട്ടിയതൊരു ഫേമസ് സെലിബ്രിറ്റിയാണ്. പുള്ളി 10 തലയുള്ള രാവണനൊക്കെ അഭിനയിച്ചിരുന്നു. ഇതെല്ലാം ഫിലിമിലൊക്കെയാണ്. പക്ഷെ ജീവിതത്തിൽ വരുമ്പോൾ കുത്തു കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ രാവണൻ്റെ പ്രഭയൊന്നും നടക്കില്ലെന്ന് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. ഇത്തരത്തിലൊക്കെ ആണെങ്കിലും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ പലരും പറഞ്ഞു അത് ബോംബെക്കാരാണ്, യു പിക്കാരാണ്, അവിടെയാണ് ഇവിടെയാണ് പലവിധ കാര്യങ്ങളും പറഞ്ഞു. ഫൈനലി ദേ കം ടു എ കൺക്ലൂഷൻ ദാറ്റ് ദേ ആർ ഫ്രം ബംഗ്ലാദേശി. ഈ ബംഗ്ലാദേശികൾ നമ്മുടെ ഇന്ത്യയിൽ നുഴഞ്ഞു കയറി ഒത്തിരി ആളുകളുണ്ട്. ഇത് പല രാഷ്ട്രീയക്കാരും നമ്മുടെ കാലത്ത് സമ്മതിക്കത്തില്ല. കാര്യം അവർക്ക് വോട്ടിൻ്റെ പ്രശ്നങ്ങളാണ്, അവരുടെ വൈദ്യപ്പഴപ്പിൻ്റെ പ്രശ്നമാണത്. പക്ഷെ നിങ്ങളുടെ എൻ്റെ ജീവിതത്തിന് നമുക്ക് വൈദ്യപ്പഴപ്പ് ഇവരുടെ വോട്ടിന് നമുക്ക് ബാധകമല്ല. നമുക്കിവിടെ സമാധാനം, ശാന്തി, സമാധാനത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സെലിബ്രിറ്റീനെ ആക്രമിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മറ്റു പല സെലിബ്രിറ്റികൾ ഇപ്പം തന്നെ പറഞ്ഞ് ഞങ്ങൾ ലണ്ടനിലോട്ട് പോകണം, ഞങ്ങൾ അമേരിക്കയിൽ പോകണം, ഇന്ത്യ സേഫല്ല എന്ന തരത്തിലുള്ള ഒരു ഡയലോഗ് പുറത്തു വരുന്നതിനും ഇത് കാരണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ എനിക്കിവിടെ ഒന്ന് പറയാനുള്ളത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, പേഴ്സണൽ ഒപ്പീനിയനാണ്, പേഴ്സണൽ അനുഭവമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിദേശത്ത് എത്രയോ വർഷങ്ങളായിട്ട് 40 വർഷമായിട്ട് വിദേശത്തുള്ള ഒരാളാണ്, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബിസിനസ്സിൻ്റെ ഇടയിൽ ഞാനൊരു സബ് കോൺട്രാക്ടർ ഇടപാടുമായി നടത്തിയിരുന്നു. അതൊരു ബംഗ്ലാദേശികളായിരുന്നു. അവരാണ് നമ്മളെ സംബന്ധിച്ച് സബ് കോൺട്രാക്റ്റിൽ ചീപ്പായിട്ട് വർക്ക് ചെയ്തു തരുന്നത്. നല്ല ടെക്നീഷ്യന്മാരെ വെച്ച് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒരു പേയ്മെൻറ്റിൻ്റെ ഇടപാടിൻ്റെ സമയത്ത് പുള്ളിയുമായിട്ട് സംസാരിക്കാൻ ഇടവന്നു. പുള്ളി വന്നു സംസാരിച്ചു. അങ്ങനെ ബോംബെയെ പറ്റി തർക്കിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ബോംബെയിലുണ്ടായിരുന്നു, ഒരു 5 കൊല്ലം ബോംബെയിലായിരുന്നു. നീ ബംഗ്ലാദേശിയല്ലേ, നീ എങ്ങനെ ബോംബെയിൽ വരുന്നത്? ഉള്ള സ്ഥലം ഞാൻ ബോംബെക്കാരനായിട്ട് ഇന്ത്യക്കാരനായിട്ടാണ് അവിടെ ജീവിച്ചിരുന്നത്. 5-6 കൊല്ലം ഞാൻ ജീവിച്ചു. അതിനുശേഷം ഇപ്പോൾ ഗൾഫിലേക്ക് വേറെ ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇവിടെ എങ്ങനെയാണ്? അന്ന് അവിടെ അങ്ങനെയായിരുന്നു. അപ്പോൾ നിനക്ക് പാസ്പോർട്ട് അതൊന്നും ഒരു പ്രശ്നമല്ല, പാസ്പോർട്ടൊന്നും ഒരു ചെറിയ കാര്യമില്ലേ. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ഡോക്യുമെൻ്റ് എല്ലാം ഉണ്ട്, അതൊന്നും ഒരു കാര്യമില്ല. അതിനൊക്കെ അവിടെ ആൾക്കാരുണ്ട്. പുള്ളി ബൈക്കിലായിരുന്നോ എവിടെയെന്നൊക്കെ ആയിരുന്നു എന്നോട് പറഞ്ഞു. ഓക്കെ, ഇനി എന്തെങ്കിലും അവിടെ ഇപ്പോൾ ഞാനൊരു ബോംബെക്കാരനായിരുന്നതുകൊണ്ട് എനിക്കതിനോട് കുറച്ച് ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെയാണ് ഞാൻ ചോദിച്ചറിയാൻ കാരണം. അവൻ എന്നെക്കാളും കൂടുതൽ ബോംബെനെ പറ്റി അറിയാം, ബോംബെയിലെ എല്ലാ ഗല്ലികളും അറിയാം, എല്ലാ കാഴ്ചപ്പാടും അവനുണ്ട്. അപ്പോൾ ഇത്തരം ഒരാളാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ വിദേശത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ ഞാൻ ഇത്രയും കാലം ബോംബെയിലായിരുന്നു. പക്ഷേ നിങ്ങൾ ബംഗ്ലാദേശികളല്ല ഈ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്, വേറെ അത് റോഹിംഗ്യൻസ് ആണ് എന്നാണ് പുള്ളിക്കാരൻ്റെ അഭിപ്രായം. ഇത് എത്രത്തോളം ശരിയുണ്ടോ എന്നതിന് ആധികാരികമായി എനിക്ക് തെളിവ് പറയാനില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ബംഗ്ലാദേശികൾ നമ്മുടെ നാട്ടിലും വീട്ടിലും ഗാർഡനറും അതും ഇതും പല വേഷത്തിലും ഇവിടെയുണ്ട്. അവർ ഒറീസക്കാരായിട്ടും ബീഹാറിയായിട്ടും ബംഗാളിയായിട്ടും കൽക്കട്ടക്കാരായിട്ടും പല നിലയ്ക്കും നമ്മുടെ ഇതിലുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അത് ഇച്ഛാശക്തി കഴിവില്ലാത്ത രാഷ്ട്രീയ നേതൃത്വമാണ്. സ്വന്തമായി കാലിൽ നിൽക്കാൻ കഴിവില്ലാതെ വരുമ്പോഴാണല്ലോ ഇത്തരത്തിലുള്ള കൂട്ടുപിടിക്കേണ്ടി വരുന്നത്. ഇതിപ്പോൾ മമതാ ബാനർജി ആയാലും തന്നെ ഓണറബിൾ മമതാ ബാനർജിക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ അവർ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചും BJP ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോഴും അതിന് ഒച്ചപ്പോളം ഉണ്ടാക്കി, അതിനെ എതിർക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇത് അടി കിട്ടി കഴിയുമ്പോഴാണ് ആർക്കാണ് കുത്ത് കിട്ടുക, ഇന്ന ആൾക്കൊന്നും പറയാനൊക്കില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇതിനെ എതിർക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും ഒത്തിരി ആളുകളാണ് കടന്നു വരുന്നത്. CAA അത് പറ്റില്ല, ഇവിടെ നടക്കൂല, ഇവിടെ ആരാണ്, ഇവിടെ നമ്മളിതൊന്നും നടത്തൂല. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു നിങ്ങളുടെ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം UAE എന്നൊരു പറഞ്ഞ സ്ഥലത്ത് ഒരു കാലത്ത് അവരുടെ ഐഡന്റിറ്റി കാർഡ്, UAE നാഷണൽ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു, പരസ്യം കൊടുത്തു. ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് വരെ ഉണ്ടാക്കാം. അത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അവന് X or Y പണിഷ്മെന്റ് ഉണ്ടായിരിക്കും, ഡീപ്പോർട്ടേഷൻ വരെ ഉണ്ടാവും. ഓക്കെ, ന്യൂസ് വന്നു. അവിടുത്തെ കലിഷ് ടൈം, ഗൾഫ് ന്യൂസ്, മറ്റുള്ളതെല്ലാം വന്നു. റേഡിയോയിലും അനൗൺസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഇതേ നാട്ടിൽ എതിർക്കുന്ന മലയാളികൾ, എനിക്ക് പറയുമ്പോൾ ചിലപ്പോൾ ചിരിയും വരുന്നുണ്ട്, ഇവരോട് പുച്ഛവും തോന്നുന്നുണ്ട്. ഇത്രയും വിവരേ ഉള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം നാട്ടിൽ ഇത് ചെയ്യാൻ അവർ തയ്യാറല്ല. ഭാര്യയും മുല പിടിക്കുന്ന കുട്ടികളെയും കൊണ്ട് പായ എടുത്തു കൊണ്ടുപോയിട്ട് ലൈൻ നിന്നിരുന്ന ഒരു വിഭാഗം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വിഭാഗം ആളുകൾ പായ കൊണ്ടുപോയിട്ട് അവിടെ കിടന്ന്
ലൈൻ നമ്പർ പോവാതിരിക്കാനായിട്ട് ആദ്യം എനിക്ക് കിട്ടണം എന്ന് പറയുന്ന രീതിയിൽ അവിടെ കിടന്ന് ഭാര്യനെയും കൊണ്ടുപോയി ഫോട്ടോ എടുത്ത് ഫിംഗറും കൊടുത്ത് ഐഡന്റിറ്റി എല്ലാം പ്രൂവ് ചെയ്ത് തിരിച്ചു വരുന്ന മലയാളിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാ, എന്തൊരു മാന്യൻ, എന്തൊരു ജെന്റിൽമാൻ, എന്തൊരു സ്നേഹമാണ് അവന് യു എയുടെ അല്ല സ്നേഹം, അവിടുത്തെ താടികൾ അപ്പനെ പേടിയുണ്ട് എന്നതാണ് സത്യം. അവിടെ നിയമമുണ്ട്, ചോദിക്കാൻ പറയാൻ ആളുണ്ട്. ഇവിടെയോ ഏതെങ്കിലും പാർട്ടിയുടെ അനുഭാവിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും, അവനെന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിന്നാൽ മതി. കൊണ്ട് ആസ്ത ഇവിടുത്തെ നേതാവിന് ഇച്ഛാശക്തി ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ലീഡർഷിപ്പ് കഴിവുള്ള ലീഡർ അണ്ടറിൽ വന്നെങ്കിൽ മാത്രമേ അതേ പറയില്ല, 10 ഗുണം 10 ഗുണം എന്ന് പറയുന്ന പോലെ തന്നെയാണത്. ലീഡർ നന്നായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് മറ്റുള്ളവരിലും മാറ്റങ്ങൾ വരും. അപ്പോൾ ആയതിനാൽ ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പെരുമ്പാവൂരും മറ്റുള്ളയിടത്തും കിടന്ന് നടക്കുന്ന ഇത്രയും ആളുകൾ ഇവിടെ വരുന്നത് നമുക്ക് ഇന്ത്യക്ക് ഇത് ഒരു കാലത്ത് ഗോവയിലുണ്ടായിരുന്നു. ഗോവയിൽ ഞങ്ങൾ ഷിപ്പ് ബിൽഡിങ്ങും ഷിപ്പ് റിപ്പയറും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അന്ന് അവിടെ എന്ത് ചെയ്തിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവരെല്ലാവരെയും ഈ ബീഹാർ, ഈ ബംഗാളി എന്നൊക്കെ പറഞ്ഞു വരുന്നത്, പുറത്തുനിന്ന് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവരുണ്ട്. അവരെ ഷിപ്പ് റിപ്പയർ ഫീൽഡിൽ ആൾക്കാർ കുറവായതിന്റെ വെൽക്കം ചെയ്തിരുന്നു. എന്ത് സംഭവിച്ചു? ഗോവക്കാരെല്ലാവരും കൂടി പറഞ്ഞു, നല്ല പരിപാടിയാണല്ലോ, ഇവർ വന്നതുകൊണ്ട് ചെറിയ വീടുകളാണ്, അവർക്ക് വലിയ വരുമാനങ്ങളൊന്നുമില്ല, എന്നാലും മാന്യമായി സന്തോഷമായി ശാന്തി സമാധാനമായി എല്ലായിടത്തും ഒരു കുരിശും പള്ളിയും വെച്ച് ജീവിച്ചുകൊണ്ട് പോരുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ, പോർച്ചുഗീസ് പരമ്പര അവകാശപ്പെടുന്നവർ, ഇവരുടെ വീടിന്റെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൽ 500, 1000, 1500 രൂപയ്ക്ക് ഒരു വാടകയ്ക്ക് കൊടുത്തുന്നു. ഇവരവിടെ താമസിക്കുന്നു, നല്ല നിലയ്ക്ക് പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു. അവരവരുടെ ഭക്ഷണം കഴിക്കുന്ന ഡാൽ ചാവലും കഴിച്ച് കുറച്ച് പരിപ്പും കൊടുത്ത് ഉള്ളിയും കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിച്ച് പോയിക്കോളും. വാടകയ്ക്കാണെങ്കിൽ ഇവർക്ക് ചെറിയ വരുമാനം കിട്ടി. പക്ഷേ കാലക്രമേണ അവർക്ക് മനസ്സിലായി ഇത് ഇവിടുത്തെ അവരുടെ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു കഴിഞ്ഞു. അവൻ അവിടെ ഇരിക്കുന്ന കുടുംബനാഥന്റെ മകൾക്ക് ഗർഭം, കുറച്ച് കഴിഞ്ഞപ്പോൾ പെണ്ണിനെ കാണാനില്ല, ഭാര്യയെ കാണുന്നില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു അവന്റെ കൂടെ ഓടിപ്പോയി. അപ്പൊ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കാനിട വന്നു. ഇത് സത്യസന്ധമായ കാര്യമാണ്, പലർക്കും അറിയാം. ഇന്നിപ്പോൾ ഷിപ്പ് റിപ്പയർ ഡൗൺ ആയതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പൊന്തി വരുന്നില്ല. കാരണം മൈനിങ് സ്റ്റോപ്പ് ചെയ്തതിന്റെ ഫലമായിട്ട് അതിന് വളരെ ഒരു കടിഞ്ഞാണിടുന്ന ഒരു സിറ്റുവേഷനിൽ വന്നു. പക്ഷേ ഇത് ഒരു കാലത്ത് ഗോവയിൽ നടന്നിരുന്ന സംഭവമാണ്. അവരുടെ കംപ്ലീറ്റ് ബാലൻസ് നഷ്ടപ്പെട്ട ഒരവസ്ഥയിലോട്ട് ഗോവ കടന്നു വന്നു. കാരണം ഇത്തരം ആളുകൾ താൽക്കാലിക ലാഭത്തിന് വീട് വാടകയ്ക്ക് കൊടുക്കും, മറ്റുള്ള ലാഭങ്ങളുണ്ടാവും. പക്ഷെ അതിന്റെ പരിണിതവരും ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. കളവുകള്, ആളെ കൊല്ലുക, കുത്തിച്ചിരിക്കുക, വീടിലത്തെ ഓണറും മോളെയും ഒക്കെ അടിച്ചുകൊണ്ട് പോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായി. അങ്ങനെയായിട്ട് അതായത് മൊത്തത്തിലൊരു മോശപ്പെട്ട അവസ്ഥയിലോട്ട് കടന്നു വന്നു. അത് കേരളത്തിൽ വരാതിരിക്കുന്നതിന് ഇവിടുത്തെ ഉത്തരവാദപ്പെട്ടവർ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഭാരത് മാതാ കി ജയ്. വൺസ് അഗെയിൻ JFK here. Thanks by all of you.